നമസ്കാരം, എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 വർണ്ണാശ്രമധർമ്മങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുള്ള ജീവിതക്രമമാണ് ഭാരതീയമായ കാഴ്ചപ്പാട്. അതിലേറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം ഗൃഹസ്ഥാശ്രമധർമ്മത്തിനുണ്ട്. ഗൃഹസ്ഥ ജീവിതത്തെ ഉത്തമമായ ആശ്രമധർമ്മമാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് ഗൃഹസ്ഥാശ്രമി. വീട്ടിൽ ജീവിച്ചാൽ ഗൃഹസ്ഥൻ എന്നേ പറയാവൂ, ഗൃഹസ്ഥാശ്രമി ആവില്ല. ഗൃഹസ്ഥനായിട്ട് കാര്യമില്ല, ഗൃഹസ്ഥാശ്രമി ആവണം. ആശ്രമധർമ്മമാണ് ഗാർഹസ്ഥ്യം എന്ന ചിന്തയോടെ ജീവിക്കുന്നു. അപ്പോൾ എന്താണ് ആശ്രമം എന്ന സംശയം തോന്നാം. പരിപൂർണമായി ജന്മലക്ഷ്യപ്രാപ്തി വരെ ശ്രമം ചെയ്യാനുള്ള ഘട്ടമാണ് ഓരോ വർണ്ണാശ്രമങ്ങൾ. ആശ്രമം എന്ന വാക്കിലെ ആ എന്ന ഉപസർഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അതുവരെ പൂർണ്ണമായും എന്നെല്ലാം അർത്ഥമാണ് ആ എന്ന അക്ഷരത്തിന്. അപ്പോൾ ഗൃഹസ്ഥാശ്രമം എന്നാൽ വീട്ടിലിരുന്ന് ചെയ്യേണ്ട യജ്ഞങ്ങൾ ചെയ്ത് തൻ്റെ ജന്മലക്ഷ്യത്തെ പ്രാപിക്കാനുള്ള ജീവിതക്രമത്തിൻ്റെ ഒരു ഘട്ടമാണ്. ഈ തിരിച്ചറിവ് ലഭിച്ചാൽ ചെയ്യേണ്ടത് ചെയ്യും, ചെയ്യരുതാത്തത് ഒഴിവാക്കും. ഒഴിവാക്കുന്നതെല്ലാം ഈശ്വരപ്രാപ്തിക്ക് തടസ്സമാകുന്ന കർമ്മങ്ങളും ചിന്തകളും ആയിരിക്കണം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ അന്നപൂർണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം. ദേവി സർവവിചിത്രരത്നരുചിരാ ദാക്ഷായണി സുന്ദരീ വാമാസ്വാദുപയോധരാ പ്രിയകരി സൗഭാഗ്യമാഹേശ്വരീ ഭക്താഭീഷ്ടകരി സദാശുഭകരി കാശീപുരാധീശ്വരീ ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരീ ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരീ ദേവി സർവവിചിത്രരത്നരുചിരാ ദാക്ഷായണി സുന്ദരീ വാമാസ്വാദുപയോധരാ പ്രിയകരി സൗഭാഗ്യമാഹേശ്വരീ ഭക്താഭീഷ്ടകരി സദാശുഭകരി കാശീപുരാധീശ്വരീ ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരീ ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരീ.
അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. അമ്മയുടെ മുലപ്പാലാണ് കുട്ടിക്ക് അമ്മ എന്ന ഭാവത്തെ ആദ്യം ഊട്ടിയുറപ്പിക്കുന്നത്. ഭൂമിയിലെ സമസ്തർക്കും മുലപ്പാൽ നൽകുന്നവളാണ് ദേവി. സംഗീതവും സാഹിത്യവും ദേവിയുടെ സ്തനങ്ങളാണ്. അത്തരത്തിൽ സകലർക്കും പ്രിയം നൽകുന്നവളാണ് മാതാ അന്നപൂർണേശ്വരി. വിവിധ നാമങ്ങൾ കൊണ്ട് ദേവിയെ സ്തുതിക്കുന്ന ശ്ലോകമാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അന്നപൂർണാഷ്ടകം എന്നുകൂടി പേരുള്ള സ്തോത്രത്തിൽ 8ാം ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. ദേവീ സർവവിചിത്രരത്നരുചിരാ ദാക്ഷായണീ സുന്ദരീ വാമാ സ്വാദുപയോധരാ പ്രിയകരീ സൗഭാഗ്യമാഹേശ്വരീ. വാമാ സുന്ദരിയായവൾ, സമർത്ഥയായവൾ എന്നൊക്കെ അർത്ഥം. അഥവാ പരമേശ്വരൻ്റെ അംഗത്തിൽ നിലകൊള്ളുന്നവൾ, അങ്ങനെയും പറയാം. വാമ സ്വാദുപയോധര, അങ്ങേയറ്റം സ്വാദുറ്റ, അങ്ങേയറ്റം സ്വാദുള്ള പയസ്സിനെ, പാലിനെ ധരിക്കുന്ന മുലകളോട് കൂടിയവൾ. പയോധരങ്ങൾ, സ്തനങ്ങൾ, മുലകൾ. ദേവിയുടെ പയസ്സായിട്ടാണ്, പാലായിട്ടാണ് സംഗീതം, സാഹിത്യം തുടങ്ങിയ സകല കലാരൂപങ്ങളെയും നമ്മൾ മാനിക്കുന്നത്. സംഗീതം, സാഹിത്യം, സരസ്വത്യാഹ സ്തനദ്വയം. സംഗീതവും സാഹിത്യവും സരസ്വതിയുടെ 2 മുലകളാണ്. ആ ഒരു ഭാവനയാണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അമ്മയിൽ പൂർണ്ണമായ പ്രേമം, പൂർണ്ണമായ ചേർച്ച, പൂർണ്ണമായ ആദരവ് എല്ലാം സഹജമാണ്. എങ്കിൽ തന്നെയും അമ്മയുടെ മുലകളാണ് ആദ്യം തന്നെ ആ കുഞ്ഞിൽ അമ്മ എന്ന ഭാവത്തെ ഊട്ടിയുറപ്പിച്ചിട്ടുള്ളത്. അമ്മയുടെ പാല് കുടിച്ചാണ് നമ്മളെല്ലാം ലോകത്തെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഭക്തി ശാസ്ത്രങ്ങളിൽ, ദേവീ വർണ്ണനയിൽ ദേവിയുടെ സ്തനങ്ങൾക്ക് പ്രാധാന്യം കൂടും. ആ ഭക്തിഭാവത്തെ ഉൾക്കൊള്ളാത്തവർ ചിലപ്പോൾ അവർ ലൗകിക ദൃഷ്ടിയിൽ നോക്കിയെന്ന് വരും. ഇതെന്താണ് ഇങ്ങനെ അംഗപ്രത്യംഗ വർണ്ണന ഇത്രയ്ക്കധികം, ഇതൊക്കെ കൊള്ളാമോ എന്നെല്ലാം ചോദിക്കുന്നവരുണ്ട്. ആ അനന്യമായ ഭാവത്തിൽ കുഞ്ഞും അമ്മയും തമ്മിലുള്ള തീർത്തും ഔപചാരികതയുടെ യാതൊരു അതിർവരമ്പും ഇല്ലാത്ത ബന്ധത്തിൽ ഒരു മറവുമില്ല അമ്മയെ കാണുന്നതിന്. കുഞ്ഞിന് അമ്മയെ കാണാനോ അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ മുമ്പിൽ ഒരു മറവുമില്ല. ആ ഒരു അനന്യ പ്രേമഭാവത്തിൽ നോക്കിക്കണ്ടാൽ മാത്രമേ ഭക്തിശാസ്ത്രങ്ങളിൽ ഭഗവതിയെ വർണ്ണിക്കുന്നത് വേണ്ട രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ വികലങ്ങളായ പല ദൃഷ്ടികളും ചോദ്യങ്ങളും എല്ലാം വന്നു ചേരും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ സ്വാദുപയോധര, അങ്ങേയറ്റം സ്വാദുള്ള സംഗീതം, സാഹിത്യം തുടങ്ങി സകല കലാരൂപങ്ങളെയും ചുരത്തുന്ന മുലകളോട് കൂടിയവൾ എന്നർത്ഥം. പ്രിയകരീ, അതുകൊണ്ട് തന്നെ ലോകത്തിന് മുഴുവൻ പ്രിയത്തെ ചെയ്യുന്നവൾ. സംഗീതം ഇഷ്ടപ്പെടാത്തത് ആരും ഉണ്ടാവില്ല, സാഹിത്യം സ്വാധീനിക്കാത്തത് ആരും ഉണ്ടാവില്ല. അപ്പം സകലർക്കും പ്രിയത്തെ നൽകുന്നവൾ. ഇനി സംഗീതം, സാഹിത്യം എന്നുള്ളത് മാറ്റിവെച്ചാൽ സർവചരാചര പ്രപഞ്ചത്തിനും ആവശ്യമുള്ളതെല്ലാം നൽകി
എല്ലാവരെയും ആനന്ദഭരിതരാക്കി നിലനിൽക്കുന്നവൾ പ്രിയകരി. സൗഭാഗ്യമാഹേശ്വരി, സകല സൗഭാഗ്യങ്ങളെയും നൽകുന്ന ഭഗവതി. നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും എന്തെല്ലാം നമുക്കിന്നുണ്ടോ, അത് വിദ്യയാകട്ടെ, ധനമാകട്ടെ, രൂപമാകട്ടെ, ബലമാകട്ടെ, എന്തോ ആവട്ടെ, എല്ലാം ആ ഭഗവതി പ്രദാനം ചെയ്തതാണ്. എല്ലാ സൗഭാഗ്യങ്ങളും ആ അമ്മയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് സൗഭാഗ്യമാഹേശ്വരി എന്ന് പറയുന്നു. ഭക്താഭീഷ്ടകരി, ഭക്തന്മാർക്ക് അഭീഷ്ടത്തെ ചെയ്യുന്നവൾ. അഭീഷ്ടം ഇച്ഛിക്കപ്പെടുന്നത്, ആഗ്രഹിക്കപ്പെടുന്നത്. എന്തെന്തെല്ലാം ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നുവോ അതിനെ നൽകുന്നവൾ ഭക്താഭീഷ്ടകരി. സദാശുഭകരി, ഈ പദം നേരത്തെയും വന്നു. എപ്പോഴും ശുഭത്തെ ചെയ്യുന്നവൾ. ഈ ശുഭകരി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അല്പദൃഷ്ടിയോടുകൂടി നമ്മൾ നോക്കിക്കാണുന്നത് മാത്രമായിരിക്കില്ല ശുഭം. ചിലപ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഒരു വ്യക്തിയുടെയോ ഒരു ചെറിയ സമാജത്തിൻ്റെയോ അനുഭവമെടുത്താൽ അശുഭമാണ്, ദുഃഖപ്രദമാണെന്ന് നമുക്ക് തോന്നുന്ന പലതും വന്നു ചേരും. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ, ചില കാലങ്ങളിൽ അഥവാ ചില ദേശങ്ങളിൽ അശുഭമെന്ന് തോന്നുന്ന അവസ്ഥാവിശേഷങ്ങൾ വന്നു ചേരും. പക്ഷേ മൊത്തം പ്രപഞ്ച നാടകത്തിൽ അത് മുഴുവൻ ശുഭകരങ്ങളായിരിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ശുഭകരിയാണ് ദേവി എന്ന് പറയുമ്പം പിന്നെ അശുഭങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ള ചോദ്യം വരും. അതിനാണ് ഈ ഒരു ബുദ്ധി നമ്മൾ സമാർജിക്കണമെന്ന് പറയുന്നത്. അല്പദേശത്തിലോ അല്പകാലത്തിലോ അശുഭകരങ്ങളായിട്ടുള്ളവയും മൊത്തം പ്രപഞ്ച നാടകത്തിൽ ശുഭഫലങ്ങളായിരിക്കും. ഇത് ചിന്തിക്കുക. അങ്ങനെ എപ്പോഴും ശുഭത്തെ ചെയ്യുന്നവൾ കാശീപുരാധീശ്വരി, കാശീപുരത്തിൻ്റെ അധീശ്വരിയായി വിശാലാക്ഷി രൂപത്തിൽ നിലകൊള്ളുന്ന, അഥവാ അങ്ങേയറ്റം ശോഭിക്കുന്ന കാശീപുരം ഈ ശരീരം തന്നെയാണ്. കാശീക്ഷേത്രം ശരീരം എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, കാശി പഞ്ചകത്തിൽ. അപ്പോൾ കാശീപുരം ശരീരമാണ്. ഈ ശരീരത്തിൻ്റെ അധീശ്വരിയായി ആത്മഭാവത്തിൽ ഹൃദയാന്തർവർത്തിയായി നിലകൊള്ളുന്നവൾ കാശീപുരാധീശ്വരി. കൃപാവലംബനകരി, കൃപയെ അവലംബമാക്കുന്നവൾ. മാതാ, സകല ജഗത്തിനും അമ്മയായവൾ. അന്നപൂർണേശ്വരി, അന്നപൂർണേശ്വരി. ഇത്രയും നാമങ്ങൾ ദേവിയുടേത് പറയുകയാണ്. നമ്മൾ മുൻ ശ്ലോകങ്ങളുടെ വിചാരത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സംബോധനകളില്ല. ദേവിയുടെ അനേക നാമങ്ങൾ ചൊല്ലി ചൊല്ലി അങ്ങനെ നടക്കുകയായിരിക്കാം. ആ നടക്കുന്ന മധ്യത്തിലായിരിക്കാം ഭിക്ഷാം ദേഹി എന്ന് പറയുന്നത്. അല്ലാതെ ദേവിയോട് പ്രാർത്ഥിക്കുന്ന ഭാവത്തിലല്ല ഇവിടെ അവതരിപ്പിക്കപ്പെട്ടതെന്ന് പ്രത്യേകം ശ്രദ്ധേയങ്ങളാണ്. ഇങ്ങനെയാണ് 8ാമത്തെ ശ്ലോകം, അഥവാ അഷ്ടകത്തിൽ 8 ശ്ലോകങ്ങൾ. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.